ആകാശം കീഴടക്കിയതിന്റെ സന്തോഷത്തിലാണ് കാഞ്ഞിരപ്പള്ളി പിണ്ണാക്കനാട് സ്വദേശി ഫിലിപ്പ് ജോസഫ് എന്ന അപ്പച്ചൻ ചേട്ടൻ. അപ്പച്ചൻ ചേട്ടന്റെ വയസ്സ് 88 88-ാം വയസ്സിൽ പാരാഗ്ലൈഡിംഗ് നടത്തിയതാണ് ഏറെ കാലമായി കാത്തുവെച്ച സ്വപ്നം. ആ സ്വപ്നമൊക്കെ പൂർത്തീകരിച്ച് അപ്പച്ചൻ ചേട്ടൻ ആകാശം തൊട്ടു. സ്വപ്നങ്ങൾ സഫലമാക്കിയവരും ജീവിതത്തിൽ അത് ബാക്കി വെച്ചവരും നമുക്കിടയിലുണ്ട്. വിശ്രമ ജീവിതത്തിനിടയിലും അങ്ങനെ ഒരു ആഗ്രഹം നടപ്പാക്കിയ ആളാണ് പാലാ പിണ്ണാക്കനാട് സ്വദേശി ഫിലിപ്പേട്ടൻ. ഉയരത്തിൽ പറക്കണമെന്ന ഫിലിപ്പേട്ടന്റെ ആഗ്രഹം മക്കളും കൊച്ചുമക്കളും ചേർന്നങ്ങ് നടത്തിക്കൊടുത്തു. 88-ാം വയസ്സിൽ പറക്കാൻ ആഗ്രഹം തോന്നിയാൽ എന്ത് ചെയ്യും? കാഞ്ഞിരപ്പള്ളി പിണ്ണാക്കനാട് സ്വദേശി അപ്പച്ചൻ ചേട്ടനോട് ചോദിച്ചാൽ ചുമ്മാ പറഞ്ഞേക്കണമെന്ന് പറയും. ഫിലിപ്പ് എന്ന് വിളിപ്പേരുള്ള അപ്പച്ചൻ ചേട്ടൻ സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. 1 വർഷം മുമ്പ് സ്കൈ ഡൈവിങ്ങിനായി ശ്രമം നടത്തി, പക്ഷേ സാധിച്ചില്ല. പിന്നെയാണ് പാരാഗ്ലൈഡിംഗ് ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നിയത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ സ്കൈ ഡൈവിങ്ങിൻ്റെ കാര്യം കൊച്ചുമൻ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് പോകാനത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു സൗകര്യം ഇവിടെ വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താല്പര്യമുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിള്ളേരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ടാൻഡം പാരാഗ്ലൈഡിങ്ങിലാണ് അപ്പച്ചൻ ചേട്ടന്റെ ആഗ്രഹം സഫലമായത്. കണ്ടു നിൽക്കുന്നവർക്ക് ഇത്ര നിസ്സാരമാണോ പാരാഗ്ലൈഡിംഗ് എന്ന് തോന്നാം. ഞാൻ സ്കൈ ഡൈവിങ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് നടന്നില്ല. അപ്പോൾ ഇങ്ങനെ പിള്ളേരിങ്ങനെ ചാൻസ് വന്നപ്പം പറഞ്ഞു ചാച്ചന് താല്പര്യമുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നടക്കട്ടെ, സന്തോഷമുണ്ട്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല. അവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒന്നും ബാക്കി വെക്കരുത്. ഫിലിപ്പേട്ടനെ പോലെ അങ്ങനെ അങ്ങ് പറഞ്ഞേക്കണം. യന്ത്രസഹായമില്ലാതെ കാറ്റിന്റെ ശക്തിയിൽ മാത്രം സഞ്ചരിക്കുന്ന ആകാശനൗകയുടെ വർണ്ണച്ചിറകിലേറി മേഘങ്ങൾ കീഴടക്കാൻ വീരസാഹസിക കഥകളിലെ നായകനെ പോലെ ആ 88-കാരൻ ഒരു ഗഗനചാരിയുടെ വേഷപ്പകർച്ചയോടെ മൈതാനത്തേക്ക് നടന്നെടുത്തു. ലോഞ്ചിങ് പാഡിന് മുൻപിൽ പേരക്കുട്ടികളായ ഫെലിക്സും ഗൈൽസും ഗോഡ്വീനയും അത്യധികം ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും മുത്തച്ഛനെ നോക്കി നിന്നു. അവരോടൊപ്പം ആശങ്ക ഉള്ളിലൊളിപ്പിച്ച് നിറഞ്ഞ പ്രോത്സാഹനവുമായി ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളും. ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ വാഗമൺ മലമടക്കുകളിൽ പ്രതികൂലമായി സഞ്ചരിച്ചിരുന്ന കാറ്റിന്റെ ഗതി അനുകൂല ദിശയിൽ മാറിവീശി. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ഒറ്റക്കുതിപ്പിന് അനന്തവിഹായസിലേക്ക് 5000 അടി ഉയരത്തിലേക്ക് ഗ്ലൈഡർ പറന്നുയർന്നു. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ തൻ്റെ പ്രിയതമ കരിവേലിത്തറ തങ്കമ്മ, കൂടെയില്ലാത്ത വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് അപ്പച്ചൻ ചേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ഫിലിപ്പ് ചേട്ടൻ എല്ലായ്പ്പോഴും എല്ലാവരോടും നിറചിരിയോടെ സംസാരിക്കുന്നു. വർഷങ്ങളായി മനസ്സിൽ താലോലിച്ചു വച്ചിരുന്ന ആഗ്രഹം പൂവണിയാൻ അദ്ദേഹത്തിന് പ്രേരണയായത് മകൻ മാത്തച്ഛൻ്റെയും മരുമകൾ വിനീതയുടെയും കരുതലാണ്. മക്കളായ മറിയമ്മയും സോജനും മജുവും ലീനയും ഉറച്ച പിന്തുണ നൽകി. തന്നെ അനുമോദിക്കാൻ അടുത്തു വന്ന മാധ്യമപ്രവർത്തകർക്കു മുന്നിൽ അദ്ദേഹം തന്റെ മനസ്സ് തുറന്നു. ഇനിയും ഒരവസരം കിട്ടിയാൽ ഇതിലും ഉയരങ്ങളിൽ പറക്കാനുള്ള ആഗ്രഹം ഫിലിപ്പ് ചേട്ടൻ മറച്ചുവെച്ചില്ല. പ്രായമായാൽ വീടിൻ്റെ ഒരു മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ
ജീവിതം തള്ളി നീക്കുന്ന വയോജനങ്ങൾക്ക് ഈ വാർത്ത ശുഭപ്രതീക്ഷ നൽകുന്നു. വൃദ്ധരായ മാതാപിതാക്കളുടെ ചെറിയ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാത്ത പുതിയ തലമുറയുടെ കണ്ണു തുറക്കാൻ ഇത് ഇടവരട്ടെ. പാരാഗ്ലൈഡിങ്ങിൽ അപൂർവ നേട്ടം കൈവരിച്ച തറപ്പേൽ ഫിലിപ്പ് ചേട്ടൻ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നു. അഗാധഗർത്തങ്ങൾ നിറഞ്ഞ മലനിരകൾക്കും തടാകങ്ങൾക്കും പള്ളിഗോപുരങ്ങൾക്കും മുകളിലൂടെ അനായാസം പറന്നിറങ്ങി കാഴ്ചക്കാർക്ക് വിസ്മയം പകർന്നു വെല്ലിപ്പച്ചൻ ഫിലിപ്പ് ജോസ് തറപ്പെ പാരാഗ്ലൈഡിംഗ് ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം എഴുതി ചേർത്തു. പ്രായത്തെ മറന്നുകൊണ്ട് നടത്തിയ ഈ സാഹസിക യാത്ര യുവത്വത്തിന് പോലും ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ ഫിലിപ്പേട്ടനൊപ്പം ഞാനും പറന്നു. ആകാശക്കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പറന്നു. നന്നായിരുന്നു, വളരെ ജോറായിരുന്നു. എല്ലാവരും പറ്റുമെങ്കിൽ ചെയ്യണമെന്നാണ് അഭിപ്രായം. പ്രായം നോട്ട് എ പ്രോബ്ലം, ചെയ്യണം. ഉയരത്തിലൊക്കെ പോയപ്പോൾ പേടിയുണ്ടായിരുന്നു? ഒരു പേടിയില്ലായിരുന്നു. നോ ഫിയർ. വാഗമൺ സ്വദേശിയും പാരാഗ്ലൈഡ് പൈലറ്റുമായ മിഥുനും ഇത് അഭിമാന നിമിഷം. സാർ ഓക്കെ ആയിരുന്നു. 360 വ്യൂവും കണ്ടു, എല്ലാം കണ്ടു. ജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന പോലെയായി. സിമ്പിളായിട്ട് ഫ്ലൈ ചെയ്തു ഇറങ്ങി. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്താണ് കുടുംബാംഗങ്ങൾ സന്തോഷം പങ്കിട്ടത്. 88-ാം വയസ്സിലും ഫിലിപ്പേട്ടന് ഇങ്ങനെ പറക്കാൻ കഴിയണമെങ്കിൽ കുടുംബാംഗങ്ങളുടെ പിന്തുണ ഒട്ടും ചെറുതല്ല. അവരുകൂടി അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഈ അപൂർവ ഉദ്യമത്തിന് അവസരമൊരുക്കിയത് ഫ്ലൈ വാഗമൺ ടീമാണ്. ഈ വേളയിൽ സഹകരിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത മലയാള മനോരമ, ടൈംസ് ഓഫ് ഇന്ത്യ, മീഡിയ 1, 24, ഇന്ത്യൻ എക്സ്പ്രസ്, മാതൃഭൂമി തുടങ്ങിയ മാധ്യമപ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനുള്ള മോഹവുമായി അപ്പച്ചൻ ചേട്ടൻ തൻ്റെ അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്.